നാരായണ 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 നാരായണ. ഭാഗവതാമൃത സത്രവേദി എന്ന് പറഞ്ഞാൽ സത്സംഗവേദിയാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല ആളുകളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടി നല്ല കാര്യങ്ങളെപ്പറ്റി ജ്ഞാനമുണ്ടാക്കുന്ന ഒരു വേദി. അപ്പോൾ സത്സംഗമാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനെന്താ വേണ്ടത്? ഇതം ഭാഗവതം നാമപുരാണം, നാമം ജപിക്കുക. അപ്പോൾ എല്ലാവരും കൂടി നാമം ജപിച്ച് നമുക്ക് തുടങ്ങാം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വണ്ടിയൂരപ്പ പ്രസാദിക്കണേ. ശ്രീയേറും മള്ളിയൂരിൽ പരമവികൃതിയാം കണ്ണനെയും കളിപ്പിച്ചാമോദത്തോടെ എല്ലാ വിനകളെയും അകറ്റുന്ന വിഘ്നേശദേവ. ഭക്തന്മാർ ഏത്തമിട്ടിട്ടടികൾ പണിയുമന്നേരമേറ്റം പ്രസാദിച്ചർത്ഥജ്ഞാനങ്ങളേകും അഖില ഗുണനിധി ശ്രീ ഗണേശ തൊഴുന്നേൻ. മള്ളിയൂർ ശ്രീ മഹാഗണപതി നമ. വിദ്യാരൂപിണിയായി പ്രഭാതസമയേ ജ്ഞാനം കൊടുക്കുന്നതും മധ്യാഹ്നേ വനദുർഗയായി പലവിധാഭീഷ്ടങ്ങൾ നൽകുന്നതും സന്ധ്യയ്ക്കാദിമദുർഗയായി അവനിതൻ ദുഃഖങ്ങൾ തീർക്കുന്നതും അന്ധർക്കുള്ളിൽ വിളങ്ങിടും ജനനി ശ്രീ കാടാമ്പുഴമേ തൊഴാം. നമ്മേ പ്രസാദിക്കണം. ശ്രീമദ് ഭാഗവതത്തിലും ഗുരുപുരാധീശൻ്റെ രൂപത്തിലും നാമത്തിങ്കലും ആത്മശുദ്ധിയുളവാം ഭക്തൻ്റെ ഹൃത്താരിലും കാമക്രോധമതാദികൾക്കുപരിയായി ചെയ്യുന്ന കർമ്മത്തിലും സാനന്ദം വിളയാടിടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണാശ്രയം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അഞ്ഞൊന്നങ്ങു പിടിക്കണം തിരുപദം ശ്രീരൂപമായിടുമാ ശ്രീമദ് ഭാഗവതാമൃതത്തെ പഠനം ചെയ്യണമെന്നും സദാ നാണം വിട്ടു ജപിക്കണം ഗുരുപുരാധീശൻ്റെ നാമങ്ങളെന്നാമോദേന പറഞ്ഞു തന്ന തിരുനാമാചാര്യനെ കൈതൊഴാം. ഗുരുനാഥ ശരണം. ഞാനെന്നുള്ളൊരു വ്യക്തിയില്ല, അഖിലമെന്നാചാര്യനാം ജ്യേഷ്ഠനാണല്ലായെങ്കിൽ തിരുനാമരൂപി ഭഗവാനാണെന്നുറച്ചെപ്പോഴും ശ്രീമദ് ഭാഗവതത്തെ നാമസഹിതം ഘോഷിച്ചു ജീവിച്ചൊരാ നാമോപാസകനാഞ്ഞമാം ഗുരുവിനെ നിത്യം നമിക്കുന്നു ഞാൻ. ഗുരുനാഥ ശരണം. ഭക്തന്മാരുടെ ഹൃത്തടത്തിൽ വിലസാൻ ശ്രീകൃഷ്ണനെ ശ്രീ ഗണേശാംഗേ ചേർത്തൊരുമിച്ചിരുത്തി സരസം തൂമന്ദഹാസാന്വിതം ശ്രീമദ് ഭാഗവതം സുദുർലഭതമം തത്വാർത്ഥബോധാത്മകം ഭക്ത്യാനന്ദകുതൂഹലേനയരുളും ശ്രീമള്ളിയൂർ കാക്കണേ. ഗുരുനാഥ ശരണം.
ശ്രീമദ്ഭാഗവതം പുരാണമമലം സാമോദഗാനാമൃതം തത്വാർത്ഥപ്രതിബോധകം സുലളിതം ഭക്ത്യാ സുഹാസാന്വിതം ഭക്താനാം ഹൃദയേ ഗണേശസഹിത കൃഷ്ണാഖ്യതൃണ്ണാശകം സംസ്ഥാപ്യാതികുതൂഹലേന കഥയൻ ശ്രീമള്ളിയോർപാതുമാം. ഗുരുനാഥാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ശ്രീകാടാമ്പുഴമേ ശരണം. കാടാമ്പുഴ അമ്പലത്തിൽ മുട്ടിൻ രക്തപുഷ്പാഞ്ജലിയൊക്കെ വായിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്തേർന്ന ആളാണ്. അവിടെ ഒരു അറ്റൻഡറായിട്ട് ജോലി ചെയ്തേർന്ന ആൾ. അമ്പലത്തിൽ ഭാഗവത സപ്താഹം വേണമെന്ന് വന്നപ്പോൾ ആഞ്ഞം കൃഷ്ണ നമ്പൂതിരി ആണ് അദ്ദേഹം ഭഗവതിയുടെ നിർദ്ദേശപ്രകാരം അതിന് ആയത്. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അങ്ങനെ തിരുമേനിയുടെ ഒരാവശ്യപ്രകാരം മള്ളിയൂർ തിരുമേനിയുടെ പിറന്നാളിൻ്റെ അന്ന് ഇവിടെ വന്നു. അപ്പോൾ ആഞ്ഞം കൃഷ്ണനമ്പൂരിക്ക് നടക്കാൻ നല്ല വിഷമം. അപ്പോൾ ഈ ചരലിൽ കൂടി നടക്കുമ്പോൾ കാറിറങ്ങി എടുക്കുമ്പോൾ കൈ പിടിച്ചും കൊണ്ട് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത്. അത് പിന്നീട് ഒരിക്കൽ മള്ളിയൂർ തിരുമേനി പറഞ്ഞത്, അപ്പൂനെ ആഞ്ഞം കൈ പിടിച്ച് കൂടെ കൊണ്ടുവന്നാക്കിയതാ, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന്. അതാണ് ഗുരുനാഥന്മാരുടെ. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കൽ ഇതേപോലെ ഞങ്ങളിവിടെ വന്നപ്പോൾ മള്ളിയൂർ തിരുമേനി ആഞ്ഞം കൃഷ്ണനമ്പൂരോട് ചോദിച്ചു, ആഞ്ഞം അപ്പൂന് ഭാഗവത ഉപദേശം കൊടുത്തുവോ? ഇല്ല, എന്നാ വേണം അത്. അങ്ങനെയാണ് എനിക്ക് ഭാഗവത ഉപദേശം കിട്ടിയതും ഇങ്ങനെ പ്രഭാഷണത്തിനൊക്കെ വരാൻ സാധിച്ചതും. അപ്പോൾ എൻ്റെ പ്രധാന ഗുരുനാഥന്മാരായ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെയും മള്ളിയൂർ തിരുമേനിയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം മുട്ടും രക്തപുഷ്പാഞ്ജലി വായിക്കുന്ന ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമുക്കൊക്കെ ഉണ്ടാവാനുള്ളത്. ഇവിടെ വന്നിരുന്ന് ഈ ഭാഗവതാമൃത സത്രം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ ജ്ഞാനമോ ബാക്കിയുള്ളതോ ഒന്നുമല്ലെങ്കിലും ഇവിടെ ഉയരത്തിലിരുന്ന് ആ ശ്രീകൃഷ്ണനെ മടിയിൽ വെച്ച് കളിപ്പിക്കുന്ന ഗണപതിയുടെയും ഗണപതിയുടെ മടിയിൽ ശ്രീകൃഷ്ണനെ വെച്ച് കൊടുത്ത മള്ളിയൂരിൻ്റെയും അനുഗ്രഹവർഷം നമ്മളിലേക്ക് എത്തുകയാണ്. അത് നമ്മളെ വേണ്ടതിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് വേണ്ടതെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മളാവക കാര്യത്തിലൊക്കെ അജ്ഞാനികളാണ്. അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് നമ്മളിലേക്ക് വേണ്ടതിനെ എത്തിക്കാൻ ഗുരുക്കന്മാർക്കും ഭഗവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇതേവരെ നമ്മളിവിടെ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഭാഗവതം നമ്മൾ അനുഭവിക്കണം. ആദ്യം മള്ളിയൂർ തിരുമേനി പറഞ്ഞതാ, അനുഭവം, ആസ്വാദനം, അനുഭൂതി എത്തിക്കുക. ഇതാണ് ഭാഗവത ശ്രവണം കൊണ്ട് വേണ്ടത്. ഭാഗവതം ശ്രവിക്കുക തന്നെയാണ് പറയുന്നത്. ശ്രവണത്തിനാ പ്രാധാന്യം, ഈ ഇരുന്ന് പറയണേനല്ല, കേൾക്കണേനാ. അപ്പോൾ ഭാഗവതാമൃത തത്രത്തിൽ പ്രധാനികളാരാ എന്ന് ചോദിച്ചാൽ ശ്രവണം ചെയ്യണവരാ. അപ്പം എന്ത് വേണം? ശ്രവണം ചെയ്യുന്നത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഭാഗവതം കഥകളിൽ കൂടിയാണ് തത്വങ്ങളെയും അറിവിനെയും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ കഥകൾ നമ്മൾ അനുഭവിക്കണം. ആ കഥകൾ ഓരോന്നിങ്ങനെ പറയുമ്പോൾ മത്സ്യാവതാരം പറഞ്ഞു, അംബരീഷോപാഖ്യാനം പറഞ്ഞു, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് അതിനെ അനുഭവിക്കണം.
അനുഭവിക്കുന്ന കാര്യങ്ങളെയാണ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? അനുഭവിക്കാത്തത് ആസ്വദിക്കാൻ പറ്റുമോ? നമുക്കൊരു അനുഭവം ഉണ്ടാവണതേ, വാസന നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ അത് അനുഭവിക്കണം. ആദ്യം ഒരു കാര്യം കേൾക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അനുഭവിച്ചാലേ നമ്മൾ അത് ആസ്വദിക്കുകയുള്ളൂ. അപ്പം ആദ്യം എന്ത് വേണമെന്നെങ്കിലും ഭാഗവതം വേദങ്ങളെ കഥകളിൽ കൂടി, ഭഗവത് കഥകളിൽ കൂടി, കഥകളിൽ കൂടിയല്ല, ഭഗവത് കഥകളിൽ കൂടി. എന്താ ഭഗവത് കഥകൾക്കുള്ള പ്രത്യേകത? നമ്മളുടെ ഉള്ളിൽ ആരാണോ ഇരിക്കുന്നത് ആ ഭഗവാനെ സംബന്ധിച്ചാണ് കഥകളൊക്കെ, ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് കഥകളൊക്കെ. അപ്പം നമ്മളെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം അനുഭവിക്കാനുണ്ട്. എന്നെ പറ്റിയിട്ടുള്ള കാര്യം എനിക്ക് അനുഭവിക്കാൻ എളുപ്പമല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം. അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളാണ് അനുഭവിക്കുക എന്ന് പറയുക, അല്ലേ? ഭൗതികമായ കാര്യങ്ങളല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ അനുഭവിക്കുന്ന കാര്യങ്ങളെ ആസ്വദിക്കണം. ആസ്വദിക്കാൻ ശരീരത്തിനല്ല സാധിക്കുക, അനുഭവിക്കാൻ ശരീരത്തിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും കൂടി സാധിക്കും. മനസ്സിലായോ? പക്ഷേ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ഈശ്വരീയ ചൈതന്യത്തിൻ്റെ സഹായം വേണം. ആ ഈശ്വരീയ ചൈതന്യം സഹായിക്കുമ്പോഴേണ് നമുക്ക് അനുഭവിക്കുന്നതിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭൗതികമായിട്ടുള്ള കഥകളിൽ കൂടെയുള്ള കാര്യങ്ങളെ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ഈശ്വരീയ കഥകളാവുമ്പോൾ നമുക്കതിനെ ആസ്വദിക്കാൻ എളുപ്പമുണ്ട്. ആസ്വദിക്കുന്നതിന് ഒരു ഗുണമുണ്ട്. എന്താ അറിയോ? നമുക്കിഷ്ടമല്ലാത്ത നമ്മൾ ആസ്വദിക്കുക. ഇഷ്ടമുള്ളതല്ലേ ആസ്വദിക്കുള്ളൂ. അനുഭവിക്കലും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അനുഭവിക്കും. സുഖവും ദുഃഖവും അനുഭവിക്കണം, വേണ്ടേ? ചൂടും തണുപ്പും അനുഭവിക്കണം, സന്തോഷവും സന്തോഷവും അനുഭവിക്കണം. പക്ഷെ ആസ്വദിക്കണതോ? ആസ്വദിക്കുന്നത് ദുഃഖമാണെങ്കിലും അത് സന്തോഷത്തോട് കൂടിയിട്ടാണ് ആസ്വദിക്കുക, അല്ലേ? പ്രസവിപ്പിക്കുമ്പോൾ എന്ത് വേദനയാണ്, അല്ലേ? അത് ആസ്വദിക്കുകയല്ലേ ചെയ്യാറ്? പ്രസവവേദന ആസ്വദിക്കുകയാണ് ചെയ്യണത്. എന്തുകൊണ്ടത്? ആ അനുഭവം നമുക്ക് ഗുണകരമായതുകൊണ്ടാണ്, അല്ലേ? തനിക്കൊരു പുത്രനൊരു പുത്രി ഉണ്ടാവുക എന്നുള്ള ആ മഹത്വം കാരണമാണ് പ്രസവവേദന എന്നുള്ളത് നമ്മൾ ആസ്വദിക്കുന്നത്. അത് അനുഭവിക്കുകയല്ല, ആസ്വദിക്കുകയാണ്. അതേപോലെ ദുഃഖങ്ങളിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഈശ്വരീയമായിട്ട് അതിനെ കാണാൻ സാധിക്കണം. ഈ ആസ്വദിക്കുന്ന കാര്യങ്ങളെ അനുഭൂതിയിലെത്തിക്കുമ്പോഴാണ് നമ്മൾ ഭഗവത് സാക്ഷാത്കാരം നേടുന്നത്. അപ്പോൾ ഭാഗവത സത്രത്തിലെ, ഭാഗവത സപ്താഹത്തിലെ, ഭാഗവതത്തിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അനുഭവിക്കുക ആദ്യം. ഇവിടെ ഇരുന്നിട്ട് ആ കഥകളെ ഓരോന്നും കഥകൾ പറയുമ്പോൾ അതിങ്ങനെ ആ അനുഭവിക്കുമ്പോൾ അത് ആസ്വാദനത്തിലെത്തും, ഭഗവത് കാര്യങ്ങളാവുകൊണ്ട്. ആ ആസ്വാദനത്തിലെത്തിയതേ നമ്മൾ അനുഭൂതിയിലെത്തിക്കുമ്പോൾ ഇത് നമുക്ക് ഈ ജന്മത്തിൽ ഈ ശരീരത്തിലിരിക്കുമ്പോഴും ഈ ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അപ്പോഴും അല്ല എങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ഭഗവത് പാദത്തിലെത്താനും നമ്മളെ സഹായിക്കും. മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ ജീവിതത്തിൽ അനവധി കാര്യങ്ങൾ അനുഭവിച്ച് തൃപ്തിപ്പെടാണ്ടെയും തൃപ്തിപ്പെട്ടും അനുഭവിച്ചും പലതും ആസ്വദിക്കാണ്ടെയും ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അതിനൊക്കെ ആസ്വാദനമാക്കണം എന്നുണ്ടെങ്കിൽ പ്രസവവേദനയെ ആസ്വാദനമാക്കണമെങ്കിൽ നമുക്കുണ്ടായ ദുഃഖങ്ങളെ ആസ്വാദനമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈശ്വരീയമായിട്ടുള്ള ചിന്തകളിൽ കൂടിയേ സാധിക്കണം. മനസ്സിലാവുണ്ടോ? അതിന് സാധിച്ചാൽ ഭാഗവത സത്രം നമുക്ക്
പരമാനന്ദം നൽകും. എന്താ ഈ ആനന്ദവും സുഖവും ഒക്കെ പടരും? ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ചൈതന്യം ആസ്വദിക്കുന്നതാണ് ആനന്ദം. ശരീരം കൊണ്ട്, ഭൗതികത കൊണ്ട് നമ്മൾ ദ്വന്ദ്ങ്ങളെയാണ് അനുഭവിക്കുന്നത്. സുഖമുണ്ടോ, ദുഃഖമുണ്ട്. സന്തോഷമുണ്ടോ, സന്താപമുണ്ട്. ചൂടുണ്ടോ, തണുപ്പുണ്ട്. ഇത് രണ്ടും കൂടി ഇല്ലാണ്ട് ഭൗതികമായിട്ട് ഒരു കാര്യമില്ല. ഈ ദ്വന്ദ്ങ്ങളാണ് ഭൗതികതയുടെ അടിത്തറ. ആ ദ്വന്ദ്ങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് നമ്മൾ ആസ്വദിക്കുന്ന കാര്യമാണ് ആനന്ദം. ആനന്ദത്തിൻ്റെ ഒരു വിപരീത വാക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? ആനന്ദം എന്നുള്ള വാക്കിന് ഇല്ല. ഈ ഒരു വാക്ക് ഈ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഷകളിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ആനന്ദം എന്നുള്ള വാക്കിനുള്ളൊരു വാക്ക് ഉണ്ടോ? വേറെ ഏതെങ്കിലും ഭാഷകളിലുണ്ടോ? ഇല്ല. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട്, ആത്മീയമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പരമോന്നത അവസ്ഥയാണ് ആനന്ദം. ഈ ആനന്ദം നമ്മൾ ലഭിക്കാനാണ് നമ്മൾ ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ മുഖത്ത് പുഞ്ചിരിയുടെ ഒരു ഭാഗമില്ലാണ്ട് ഒരാളെ കാണാൻ പറ്റില്ല. നോക്കിക്കോളൂ, ആ ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാവും എപ്പോഴും. ആ പുഞ്ചിരി ഉണ്ടായാൽ മനസ്സിലാക്കിക്കോളൂ, ഇദ്ദേഹം ആത്മീയമായിട്ട് ഉയർന്നു എന്നുള്ളത്. അത് ഈ ഭൗതികതയിൽ നിന്ന് വിട്ട് ഈ അനുഭവത്തിനെ ആസ്വാദനമാക്കലും ആസ്വാദനത്തിനെ അനുഭൂതിയിലാക്കലും സാധിക്കുന്നവർക്കേ സാധിക്കൂ. ഇവിടെ പരീക്ഷത്തിനെ അവിടേക്ക് എത്തിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി ചെയ്യുന്നത്. 7 ദിവസം ആയുസ്സുള്ള ആൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അദ്ദേഹത്തിന് 7 ദിവസം എന്നുള്ളൊരു കണക്ക് കിട്ടി. നമുക്കത് വല്ലതും ഉണ്ടോ? ആർക്കാ 7 ദിവസം ഉണ്ടാവുന്ന ഉറപ്പ്? ഇവിടുന്ന് അങ്ങോട്ട് നീട്ട് പോകുമ്പോഴേക്ക് നമ്മളെന്താവുന്നുള്ള ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളെന്ത് വേണം? ഈ പരീക്ഷത്തിൻ്റെ എന്ത് 7 ദിവസം ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കരുത്. ചിലപ്പോൾ 7 കൊല്ലം ഉണ്ടായിന്ന് വരും, ചിലപ്പോൾ 7 നിമിഷം ഉണ്ടായുള്ളൂ എന്ന് വരും. ഖട്വാങ്കൻ്റെ എന്തി, ആ ഖട്വാങ്കൻ്റെ കഥ നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ പരീക്ഷത്തിനെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ നവമത്തിൽ 6-ാമത്തെ അധ്യായം മുതൽക്ക് 9-ാമത്തെ അധ്യായം വരേക്കുള്ള കഥകളെ കൊണ്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഈ കാര്യമാണ്. നവമത്തിൽ നമ്മൾ ആദ്യത്തെ ഈശാനു കഥയിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മുമ്പേ അംബരീഷോപാഖ്യാനം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പം നമ്മൾ അഷ്ടമത്തിലെ അവസാന ഭാഗവും പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പരീക്ഷത്തിന് വേണ്ട അവസാനത്തെ ബ്രഹ്മോപദേശത്തിന് സമാനമായ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ 6 മുതൽക്ക് 9 വരേക്കുള്ള കാര്യങ്ങൾ സപ്താഹത്തിൻ്റെ സമയത്തേക്ക് അധികം ശ്രദ്ധിക്കാനേ സാധിക്കാറില്ല. പ്രധാന കഥകളെ പറയാറുള്ളൂ, ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കാറില്ല. ഇവിടെ നമുക്ക് അതിനുള്ളൊരു ചാൻസാണ് കിട്ടിക്കണം. എന്നാൽ വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് നമുക്ക് വേഗം അതിലത്തെ കാര്യങ്ങളൊക്കെ 6 ആൾ ബ്രഹ്മസായുജ്യം സമ്പാദിച്ചതിൻ്റെ കഥ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ അതെങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ നമ്മൾ അംബരീഷോപാഖ്യാനം പഠിച്ചു കഴിഞ്ഞു. അംബരീഷിൻ്റെ ആ തലമുറയിലുള്ളവർ പറയാം. അംബരീഷനിൽ കൂടി എന്താ പരീക്ഷത്തിനെ പഠിപ്പിച്ചത്? ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ പരീക്ഷത്തിന് ലഭിച്ച പോലുള്ള ബ്രഹ്മശാപത്തിനെ ജയിക്കാൻ സാധിക്കും യഥാർത്ഥ ഭക്തന്. അപ്പം എന്താ വേണ്ടത്? ഭക്തി. ഈശ്വരിൽ അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ ബ്രാഹ്മണ ശാപത്തെ കൂടി ജയിക്കാൻ സാധിക്കും. ഭഗവാൻ അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര സ്വയം എന്നാണ് പറഞ്ഞു. ആ കാര്യം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പിന്നീട് അംബരീഷൻ്റെ ആ ബാക്കി ആളുകളെ പറ്റി പറയാം. ഇതേപോലെ അംബരീഷനെ പോലെ തന്നെയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ള അംബരീഷൻ്റെ പുത്രൻ വിരൂപൻ. ആ വിരൂപൻ
കേതുമാൻ, ശംഭു 3 ആൾ. അതിന് ശേഷം വിരൂപൻ്റെ പുത്രൻ വൃഷദശ്യൻ, ആദിത്യൻ്റെ പുത്രൻ രഥീധരൻ. ആ രഥീധരന് മക്കളുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ അങ്കിരസ് മഹർഷിക്ക് പുത്രന്മാരുണ്ടായി. അവരെ അങ്കിരസന്മാർ എന്ന് പറയുന്നു. അവർ ക്ഷത്രിയ ധർമ്മത്തോടു കൂടിയ ബ്രാഹ്മണരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ, ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുന്നതാണ് ക്ഷത്രിയ ധർമ്മം. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ലഭിച്ചതാണ്. അങ്കിരസ് മഹർഷിയുടെ പുത്രന്മാരാവുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായും കൊണ്ടാണ് അവരുണ്ടായത്. അതേപോലെ ക്ഷത്രിയൻ്റെ ഭാര്യയുടെ പുത്രനായതുകൊണ്ട് അവർ ക്ഷത്രിയ ധർമ്മം. ഇവരെല്ലാവരും ഈശ്വര സ്മരണയോട് കൂടിയിട്ട്, ഈശ്വര സമർപ്പണത്തോടു കൂടിയിട്ട് രാജ്യഭാരം നടത്തി ആ അവസാനത്തിൽ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഭഗവത് പാദത്തിലെത്തി എന്ന് പറഞ്ഞ് അംബരീഷൻ്റെ കഥ പറഞ്ഞു. അതിൻ്റെ ശേഷം വൈവസ്വത മനുവിൻ്റെ കഥകളെ പറ്റിയിട്ട് പറയുകയാണ്. ഈ വൈവസ്വത മനുവിൻ്റെ 10 പുത്രന്മാരുണ്ടായിരുന്നു എന്ന അർത്ഥം നമ്മൾ പറഞ്ഞു. അതിൽ ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് ഇക്ഷ്വാകു എന്നുള്ള പുത്രൻ ഉണ്ടായെന്നും ആ ഇക്ഷ്വാകുവിന് 100 പുത്രന്മാരുണ്ടായി. അതിൽ വികുക്ഷി, നിമി, ദണ്ഡകൻ എന്ന 3 പേര് മൂത്ത പുത്രന്മാരായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ തൻ്റെ 25 പുത്രന്മാർക്ക് ഈ വിന്ധ്യ ഹിമാലയ പർവ്വതത്തിൻ്റെ ഇടയിലുള്ള ഭൂമിയിൽ കിഴക്ക് ഭാഗം 25 പേർക്ക്, പടിഞ്ഞാറ് ഭാഗം 25 പേർക്ക്, നടുഭാഗം ഈ 3 പുത്രന്മാർക്ക്, തെക്കും വടക്കും ബാക്കിയുള്ളവർക്കും കൊടുത്ത് എല്ലാവരെ കൊണ്ടും രാജ്യഭാരം ഭംഗിയായി ഈശ്വര ധാരണയോട് കൂടിയിട്ട്, ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വര അർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു. ഈ ഭരണകർത്താക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രജകളും അതേപോലെ തന്നെയാണ് ചെയ്യുക. അതിൽ അംബരീഷോപാഖ്യാനത്തിലൊരു പ്രത്യേക വാക്കുണ്ട്. അംബരീഷൻ്റെ രാജ്യം ഈ ഈശ്വരസ്മരണയോടുകൂടി ചെയ്യുക അതുകൊണ്ട് വളരെ കേമായി. അപ്പോൾ ഇന്ദ്രൻ അത് സഹിച്ചില്ല. ഇന്ദ്രൻ ഇവിടെ വന്നിട്ട് ആ പ്രജകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഈ അംബരീഷൻ്റെ അവിടെ, നിങ്ങളെയൊക്കെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാം, അവിടെ സ്വർഗത്തിൽ സുഖമായിട്ട് കഴിയാം എന്ന് പറഞ്ഞു. അപ്പം ഇവർ ചോദിച്ചു, സ്വർഗത്തിൽ നാമം ചെല്ലലുണ്ടോ, ഏകാദശി വ്രതമുണ്ടോ? അതൊന്നുമില്ല, അവിടെയൊക്കെ സുഖം ധാരാളമുണ്ട്. പക്ഷേ സുഖമല്ലേ അവിടെ ഉള്ളൂ. ഈ ഭഗവാനെ ഭജിക്കുന്നതിൻ്റെയും നാമം ചെല്ലണേൻ്റെയും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെയും ആനന്ദം അവിടെ കിട്ടുമോ? അതവിടെ ഇല്ല. അവിടെ നാമം ചെല്ലലുണ്ടോ? അതും അവിടെ ഇല്ല. എന്നാൽ ഞങ്ങളില്ല. മനസ്സിലായോ? അംബരീഷൻ അതേപോലെ ആയതുകൊണ്ട് പ്രജകളും അതേപോലെ തന്നെ എന്ന കൂട്ടത്തിൽ ഈ ഓരോ രാജാക്കന്മാരും ഈശ്വര സ്മരണയോടും ഈശ്വരന് അർപ്പിതമായിട്ടുള്ള യജ്ഞങ്ങളോടും കൂടി രാജ്യഭാരം നടത്തുകൊണ്ട് പ്രജകളും അതേപോലെ ആയിട്ട് വളരെ പരമാനന്ദമായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ മക്കളെയും അതൊക്കെ തന്നെ പഠിച്ചു. പക്ഷേ അതിലൊരു അബദ്ധം ഉണ്ടായത് എന്താ വെച്ചെങ്കിൽ, ഈ വികുക്ഷി എന്ന് പറയുന്ന മകനോടൊരിക്കൽ അഷ്ടകശ്രാദ്ധത്തിന് വിശുദ്ധമായ മാംസം കൊണ്ടുവരെന്ന് പറഞ്ഞേൽപ്പിച്ചു. അദ്ദേഹം പോയി നായാടി നല്ല മാംസങ്ങൾ ധാരാളം ഉണ്ടാക്കി. അപ്പോഴേക്ക് ക്ഷീണിച്ച് അവശനായി, വിശിപ്പ് സഹിക്കാൻ വയ്യാണ്ടായി. ശരീരത്തിൻ്റെ വിഷമങ്ങളെ താങ്ങാൻ സാധിക്കാണ്ടേ. ശരീരം വിശപ്പുണ്ടാവുമ്പോൾ പിന്നെ ശരീരം കർമ്മം ചെയ്യൂ. അതാണ് ഈ സത്രത്തിനൊക്കെ ഭക്ഷണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം. പൊതുവിൽ അതിനെ ആളുണ്ടാവാറുള്ളൂ, കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് പതിവ്. എന്താ കാരണമെങ്കിൽ ശരീരം വിശപ്പും ദാഹമൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കിത് കേൾക്കാൻ സാധിക്കാണ്ട്. ഈ ശരീരമല്ലേ നമ്മളുടെ ഉപാധി. നമ്മളെ ഉള്ളിലുള്ള ഈശ്വരനെ ഇതൊക്കെ കേൾക്കാനുള്ള ഉപാധി ശരീരമാണ്. അപ്പം ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ ആദ്യങ്ങൾ ശരിയാക്കണം. എൻ്റെ അമ്മാവൻ പറയാറുണ്ട്, കുട്ടികളെയും കൊണ്ട് ഗുരുവായൂർ പോയാൽ ആദ്യം ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശയും ചായയോട് വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് തൊഴാനായിട്ട് പോവുക. ഒരു പ്രശ്നമില്ല, കുട്ടികൾ സുഖമായിട്ട് തൊഴുത് നാമം ചൊല്ലി ഭാഗവതം കേട്ട് സുഖമായിട്ട് കഴിയും.
എന്ന കൂട്ടത്തിൽ നമുക്ക് ഇത് വിഷമം ഉണ്ടാവാണ്ടിരിക്കാനാണ് സത്രങ്ങളിലൊക്കെ ഭക്ഷണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മാത്രം പ്രാധാന്യമായിട്ട് ഇതില്ലാണ്ട് ആവണയിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇത് നടത്തുന്ന ആളുകളും ഇവിടെ വിഷമതിയില്ല. എന്താണ് ഈ നടത്തുന്ന ആളുകളും ആധ്യാത്മികമായിട്ടും ചിന്തിക്കുന്ന ആളുകളാണ്, ഭൗതികമായിട്ടും ചിന്തിക്കുന്ന ആളുകളാണ്. മറ്റത് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പിരിവിൽ നിന്ന് വേണം സത്രം നടത്താൻ. അപ്പം പിന്നെ അതിനല്ലേ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നോട് അപ്പുച്ചേട്ടൻ സത്രം നടത്തണം, അപ്പുച്ചേട്ടൻ പറഞ്ഞ കാര്യം അത്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ധർമ്മങ്ങളെ നമ്മൾ വേണ്ട പോലെ ചെയ്യണം. അതെന്ത് വേണം, ആസ്വദിച്ച് ചെയ്യണം. അപ്പം നല്ലതെന്നും ചീത്തതെന്നും അപ്പുറത്തേക്ക് കിടക്കില്ല. മനസ്സിലായോ? നല്ലതേ ചെയ്യുള്ളൂ ആസ്വദിക്കുമ്പോൾ. ചീത്ത നമ്മൾ ആസ്വദിക്കില്ല, നല്ലതേ ആസ്വദിക്കുകയുള്ളൂ. എന്താണെങ്കിൽ ആസ്വാദനം നമ്മൾ ആത്മീയമാണ്. അപ്പോൾ ആസ്വദിക്കാൻ പഠിച്ചാൽ നല്ലതിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ ഈശ്വര വിചാരത്തോടു കൂടി ചെയ്യുകൊണ്ട് എല്ലാ ആളുകളും ആസ്വദിച്ച് ജീവിച്ചു. അതുകൊണ്ട് രാജ്യം പുരോഗമനത്തിലെത്തി. ഇവിടെ ഈ വികുക്ഷിക്ക് വിശപ്പ് സഹിക്കാണ്ടായപ്പോൾ കുറച്ച് മാംസം എടുത്തിട്ട് കഴിച്ചു. ഇത് ഇവിടെ കൊണ്ടുപോയപ്പോൾ ആത്മീയമായിട്ടുള്ള ജ്ഞാനമുള്ള അദ്ദേഹം ഇത് കണ്ടപ്പോൾ ഇത് അപകടമായിക്കൊണ്ടു, വിശുദ്ധ മാംസം അല്ല അതെന്ന് പറഞ്ഞു. അച്ഛനങ്ങോട്ട് ദേഷ്യം വന്നു, മകനെ അട്ടി പുറത്തേക്കാക്കി. ഈ സൽക്കർമ്മത്തിന് വേണ്ടുന്ന സാധനം അവനോനാദ്യം ഉപയോഗിക്കുക എന്നുള്ള ദേഷ്യത്തിന് പുറത്തേക്കാക്കി. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ വിരക്തിയോട് കൂടിയിട്ട് അദ്ദേഹം വസിഷ്ഠനിൽ നിന്ന് ആത്മജ്ഞാനം നേടി ഈ ശരീരമല്ല, ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരീയ ചൈതന്യമാണ് എന്ന് ഉറപ്പിച്ച് ആ ഈശ്വരീയ ചൈതന്യത്തെ ഭഗവാനിൽ അർപ്പിച്ച് ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയി. ഇതാണ് ആദ്യമായിട്ട് ഈ ഇക്ഷ്വാകു ചെയ്തത്. ഇത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു പരീക്ഷത്തിന്. ഇക്ഷ്വാകു ആത്മീയ ജ്ഞാനത്തോടുകൂടി തന്നിലുള്ള ഈശ്വരീയതയെ പരബ്രഹ്മത്തിലേക്ക് എത്തിച്ച് അവിടെ തൻ്റെ ശരീരം വെടിഞ്ഞു എന്നുള്ള ആ കഥ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പരീക്ഷത്തിന് അദ്ദേഹം. അപ്പോൾ വളരെ സന്തോഷമായി പരീക്ഷത്തിന്. താനാരാന്നറിയലാണ് ആദ്യം വേണ്ടത്. നമ്മളൊക്കെ ചെയ്യേണ്ടത് ആദ്യം അതാ, ഞാനാരാ. ഒരിക്കലും അവിടെ ഗീതാ ക്ലാസ് നടത്തുമ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പേട്ടൻ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അതെ, നീ ആരാ? അങ്ങനെ ഓരോരുത്തരും ഞാനാരാന്ന് സ്വയം ചോദിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ പേരൊക്കെ പറഞ്ഞ് നെങ്ങത്ത് ഇങ്ങനെ തൊട്ടൊക്കെ പറയും. പക്ഷേ അതാണോ നമ്മൾ ഈ ശരീരബന്ധിയായിട്ടാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ വിചാരിക്കും ഈ മുണ്ടൊക്കെ ഇട്ട് ഇരിക്കണ ഞാനാണ് ഞാൻ എന്ന്, അല്ലേ? അതല്ല ഞാൻ. എന്താ കാര്യത്തിൽ എൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നെങ്ങത്ത് തൊടും, അല്ലേ? എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ഞാൻ ശരീരമല്ല എന്നാണ്. എൻ്റെ കണ്ണട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ കണ്ണടയല്ല, അല്ലേ? എൻ്റെ മുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുണ്ടല്ല, മുണ്ടിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അതാരാ? ഇതിൽ ലയിച്ചിരിക്കുന്ന ആ ഈശ്വരി ശക്തി. ആ ഈശ്വരി ശക്തി, ആ ശിവം ഇതിന്ന് അങ്ങോട്ട് പോയാൽ, ആ വള്ളി അങ്ങോട്ട് പോയാൽ ഇത് ശവായി. അപ്പം പ്രാധാന്യം ഇതിലുള്ള ഈശ്വരീയ ശക്തിക്കാണ് നമ്മൾ മനസ്സിലാക്കുക. പഴയ കാലത്ത് അമ്മമാർ കുട്ടികളെ കൊണ്ടൊരു കളിപ്പിക്കലുണ്ടായിരുന്നു. എന്നെ തൊടാൻ വയ്ക്കുമോ എന്ന് ചോദിച്ചിട്ട് മുമ്പിലോടും. ഈ പിടുക്കാന്ന് പറഞ്ഞ് നടക്കാറായ കുട്ടികളെ. അപ്പോൾ കുട്ടികൾ ചെന്നിട്ട് അമ്മയുടെ കാലുമ്പലോട് പിടിക്കും. അതിൻ്റെ കാലുമ്പലല്ലേ തൊട്ടേ, എന്നെ തൊട്ടില്ലല്ലോ പറഞ്ഞിട്ട് അമ്മ പിന്നെ അവിടുന്ന് ഓടും. അപ്പോൾ പിന്നെയും പോയിട്ട് മുട്ടുമ്പോൾ പിടിക്കും. അതിൻ്റെ മുട്ടുമ്പലല്ലേ പിടിച്ച് എന്നെ തൊട്ടില്ലല്ലോ പറയും. അങ്ങനെ എവിടെ ആകെ അമ്മയുടെ കെട്ടിപ്പിടിച്ചു, അതിൻ്റെ ശരീരത്തിലല്ലേ തൊട്ട് എന്നെ തൊട്ടില്ലല്ലോ എന്ന് പറയും. എന്നെ തൊടാൻ ആർക്കും പറ്റില്ല, എൻ്റെ ശരീരത്തിനേ തൊടാൻ പറ്റുള്ളൂ. ഇത് കുട്ടിക്കാലത്ത് നമ്മളെ പണ്ട് പഠിപ്പിച്ചൊന്നും ഇപ്പം അതൊന്നും പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഈ ഒരൊറ്റ പഠിത്തം പോരെ നമുക്ക് ഞാൻ ആരാന്ന് മനസ്സിലാവാൻ. അതുണ്ടായിരുന്നു. ഇത് പരീക്ഷത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇക്ഷ്വാകു ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളത്. ഇക്ഷ്വാകു ആ പരബ്രഹ്മത്തിൽ ലയിച്ചു ഇറങ്ങിയോടുകൂടി വികുക്ഷി അവിടെ വന്നു.
വികുക്ഷി വന്നിട്ട് രാജ്യമൊക്കെ തൻ്റെ കീഴിൽ ഉണ്ടാക്കി, എന്നിട്ട് ഭരിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അച്ഛൻ്റെ കഴിവ് ഈശ്വരാധീനം കൊണ്ടായിരുന്നു. ഞാൻ ശരീരത്തിന് വേണ്ടിയിട്ട് മാംസം കഴിച്ചിട്ട് അച്ഛനെ വേദനിപ്പിച്ചു, ഇനി ഈശ്വരനിൽ അമർപ്പിച്ചുകൊണ്ടല്ലാണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള നിലയ്ക്ക് വികുക്ഷി ധാരാളത്തിലേറെ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ഭരണം ഗംഭീരമാക്കിയിട്ട് അങ്ങോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ വികുക്ഷിയുടെ മകൻ പുരഞ്ജയൻ. അപ്പോൾ വികുക്ഷിയും അച്ഛനെ പോലെ ഈശ്വരാർപ്പണത്തോടു കൂടി ചെയ്ത് പുരഞ്ജയൻ എന്നുള്ള മകനായപ്പോൾ അവൻ അസാധ്യ യുദ്ധവീരനാണ്, നല്ല ആധ്യാത്മിക ശക്തിയും. അതെല്ലാം കണ്ടിട്ട് ദേവലോകത്ത് അസുരന്മാരായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ദേവന്മാർക്ക് ജയിക്കാൻ പറ്റില്ല, യുദ്ധവീരനായ പുരഞ്ജയനുണ്ട്, പുരഞ്ജയനെ വരുത്തുക എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ. അപ്പം എനിക്ക് നല്ലൊരു വാഹനം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വാഹനം, അവിടെയുള്ള വാഹനം എന്ന് പറയും, ഇന്ദ്രനോട് കാളയെ വരാൻ പറഞ്ഞു പുരഞ്ജയൻ. ഇന്ദ്രൻ പറഞ്ഞു അതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ തൻ്റെ കാളയിട്ട് വരേ, തൻ്റെ വാഹനമായിട്ട്. അദ്ദേഹത്തിൻ്റെ അഭിമാനമായിട്ട് സംബന്ധിച്ചു. ഭഗവാൻ പറഞ്ഞു പുരഞ്ജയൻ ഈശ്വരാധീനമുള്ള ആളാണ്, എൻ്റെ ഭക്തനാ, കാളയിൽ നിന്ന് കൊടുത്തോളൂ, എന്നെങ്കിലും ജയിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ കാളയിൽ നിന്ന് അപ്പം എന്തായി ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രവാഹനൻ എന്നായി. ആ കച്ചിയും ഇതൊക്കെ കെട്ടി അമ്പും വില്ലൊക്കെ എടുത്തിട്ട് ഈ കാളയുടെ പൂഞ്ഞേമ്പിൽ കയറി യുദ്ധം ചെയ്തപ്പോൾ എന്തായി, മൂപ്പരെ പേര് കകുസ്ഥൻ എന്നായി തീർന്നു. അങ്ങനെ ഈ പുരഞ്ജയൻ മഹാകേമനായി ഓരോ യുദ്ധം ചെയ്ത് അസുരന്മാരെയൊക്കെ ജയിച്ച് അസുരപുരങ്ങളെയൊക്കെ ജയിച്ച് മഹാകേമനായി ഈശ്വരദാനത്തോടു കൂടി രാജ്യം ഭരിച്ച് കേമനായി. അവസാനം തൻ്റെ മകനായിരിക്കുന്ന അനേനസിന് രാജ്യം കൊടുത്ത് ഈശ്വര സാക്ഷാത്കാരം നേടി. അത് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അനേനസിൻ്റെ പുത്രൻ പൃഥുവിൻ്റെ പുത്രൻ വിശ്വരന്തിയുടെ പുത്രൻ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ യുവനാശ്വൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ശാപസ്തൻ. ഈ ശാപസ്തൻ മഹാകേമനായിരുന്നതാണ്. ശാപസ്തി എന്ന് പറഞ്ഞിട്ടൊരു നഗരം തന്നെ ഉണ്ടാക്കി സ്വർഗത്തിന് തുല്യമായ സുഖ സൗകര്യങ്ങളോടെ ഈശ്വരാധീനത്തോടു കൂടി ഭരിച്ച ആളാണ് ശാപസ്തൻ എന്ന് പറഞ്ഞു. ആ ശാപസ്തൻ്റെ പുത്രൻ ബൃഹദാശ്വൻ്റെ പുത്രൻ കുവലയാശ്വൻ. ഇവരൊക്കെ വളരെ നന്നായിട്ട് രാജ്യം ഭരിച്ച് ഈശ്വരാധീനത്തോടു കൂടി. ആ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഈ കുവലയാശ്വകന് കുട്ടികൾ, അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടെങ്കിൽ ഉദംഗ ഋഷിയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ദുന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാക്ഷസനുണ്ടായിരുന്നു, അസുരനെ വധിച്ചു. അദ്ദേഹത്തിന് അനവധി പുത്രന്മാരുണ്ട്, 21,000 പുത്രന്മാരുണ്ടായിരുന്നു. 3 ആൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഈ ദുന്ദുമാരുടെ മുഖാഗ്നിയിലവിടെ ദഹിച്ചു പോയി. പക്ഷേ ദുന്ദുമാരെ വധിച്ച് ഉദംഗ ഋഷിയുടെ ഇഷ്ടം സമ്പാദിച്ചു. ആ ഉദംഗ ഋഷിയുടെ ഈ ദുന്ദുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ദൃഢാശ്വൻ, കപിലാശ്വൻ, ഭദ്രാശ്വൻ തുടങ്ങിയിട്ടുള്ള 3 പേര്. അങ്ങനെ ഈ ഉദംഗ ഋഷിയുടെ ഇഷ്ടത്തോടു കൂടിയിട്ട് ആ കുവലയാശ്വകൻ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഈ ദൃഢാശ്വന് ഹര്യശ്വൻ, നികുംഭൻ, ബർഹണാശ്വൻ, കൃശാശ്വൻ, സേന, ഇതൊക്കെ ഓരോരുത്തരുടെയും പുത്രന്മാരാണ്. ആദ്യം പറഞ്ഞ ആളുടെ പുത്രൻ മറ്റാൾ. അവരെല്ലാവരും വന്ന് അവസാനം യുവനാശ്വൻ എന്നുള്ളൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന് സന്തതി ഉണ്ടായില്ല. അദ്ദേഹത്തിന് കുറേ കാലം കഴിഞ്ഞ് നൈരാശ്യഭക്തി വന്ന് ഭാര്യയും കൂട്ടി കാട്ടിൽ പോയി. ആ കാട്ടിൽ പോയിട്ട് അവിടെ തപസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ തപസ്സിൽ തൃപ്തമായിട്ടുള്ള അവിടെ താപസന്മാർ ഇദ്ദേഹത്തിന് ഒരു ഉണ്ടില്ല, അയാൾ കഷ്ടമല്ലേ എന്നുള്ള നിലയ്ക്ക് ഒരു യാഗം ചെയ്തു ഇന്ദ്രനെ കണക്കാക്കിയിട്ട്. ആ യാഗത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയായി. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് അസാധ്യ ദാഹം തോന്നി. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഹോമം ചെയ്യണതിൻ്റെ അടുത്തൊരു കലശത്തിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുക, ദാഹം വയ്യാനും വയ്യ, അതെടുത്താണ് കുടിച്ചു. രാവിലെ നീട്ടിട്ട് ഇവർ നോക്കുമ്പോൾ ഈ ജപിച്ച് വെച്ചിട്ടുള്ള പുംസവനജലം കാണാനില്ല. ഇതെന്ത് പറ്റി വിചാരിച്ച് അവരന്വേഷിച്ചപ്പോൾ അവസാനം രാജാവ് പറഞ്ഞു ഞാൻ ഇത് കഴിച്ചു. കേമായി സ്ത്രീ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടാവാൻ വേണ്ടി ജപിച്ച് വെച്ചതാണ്. ഇദ്ദേഹം കഴിച്ചാൽ എന്താ ഉണ്ടാവുക?
അവസാനം ഇദ്ദേഹത്തിന് ഗർഭമായി. ആ ഗർഭത്തെ വയറിൻ്റെ വലതുഭാഗം വിളർന്ന് ഈ കുട്ടി പുറത്തേക്കേട് ചാടി. എല്ലാ രാജചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള ആ കുട്ടി പുറത്തേക്കേട് ചാടി. ഇദ്ദേഹത്തിന് ഈ ഋഷിമാരുടെയും ദേവേന്ദ്രൻ്റെയും അനുഗ്രഹം കൊണ്ട് മരണം അപ്പം സംഭവിച്ചില്ല. ഈ കുട്ടി പുറത്തേക്ക് നോക്കുമ്പോൾ കുട്ടി സന്യം കുടിക്കാൻ നിലോളി തുടങ്ങി. എന്താ ചെയ്യുക? ആരാ ആണുങ്ങൾക്ക് സന്യം ഉണ്ടാവുമോ? കുടിക്കാതെ വൃത്തിയില്ലല്ലോ. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ യാഗം കൊണ്ട് ഇഷ്ടമായിരുന്നു ഇന്ദ്രനെ. ഇന്ദ്രൻ വന്നിട്ട് തൻ്റെ ചൂണ്ടുവിരലെടുത്തിട്ട് കുട്ടി കരയല്ലേ, ഇത് കുടിക്കുമോ എന്ന് പറഞ്ഞിട്ട് മാന്ധാത എന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ വിരൽ കൊടുത്തു. അപ്പം ഇവന് മാന്ധാതാവ് എന്ന് പേര് വന്നു. അങ്ങനെ മാന്ധാത മഹർഷി അങ്ങനെ ആണ് മാന്ധാത രാജാവ് ഇത്. ഈ യുവനാശ്വന് എന്ത് ഉണ്ടായെങ്കിൽ ഇതും കൂടി ആയപ്പോൾ തനിക്ക് പുത്രനുണ്ടാവലും കഴിഞ്ഞു. നൈരാശ്യം വിരക്തി ആദ്യം വന്നതാ. തൻ്റെ ആ തപശ്ചര്യ കൊണ്ട് ഭഗവാനിലേക്കാട് ലയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഭഗവാനിലെ എത്തൽ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുമാരൻ മാന്ധാത മഹാകേമനായി, നല്ല യുദ്ധവീരനും ഇതൊക്കെയാണ്. അദ്ദേഹത്തിന് രാവണാദികളായിട്ടുള്ള കുറേ കൊള്ളക്കാരെ അദ്ദേഹം ജയിച്ചപ്പോൾ ഇന്ദ്രൻ ത്രിസദസ്സു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാമം കൊടുത്ത് അദ്ദേഹത്തിനെ ഇതാക്കി. അങ്ങനെ 7 ദ്വീപുകളോടുകൂടിയ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയായിട്ട് മാന്ധാത കേമനായിട്ട്. അദ്ദേഹത്തിന് 2 പുത്രന്മാരും 50 പുത്രിമാരും ഉണ്ടായി. ആ 2 പുത്രന്മാരിൽ ഒരാൾ യോഗിയായ മുചുകുന്ദനാണ്. മറ്റൊരാൾ ഈ ശശബിന്ദു രാജാവിൻ്റെ പുത്രിയിൽ ബിന്ദുമതിയിലാണ് പുരുകുൽസൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുത്രൻ. ആ 50 പുത്രിമാരിയിരിക്കുന്ന സമയത്താണ് സൗഭരിയുടെ കഥയാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങ് വരുന്നത്. സൗഭരി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ശ്രീകൃഷ്ണൻ്റെ ആ കാളിന്തിയിൽ കാളിയൻ വന്ന് താമസിക്കാൻ കാരണം കാളിന്തിയിലുള്ള ആ കാളിന്തിയിലേക്ക് ഗരുഡൻ വരില്ല എന്നുള്ളതാണ്. അവിടെ മത്സ്യങ്ങളെ ഗരുഡൻ തിന്നപ്പോൾ സൗഭരി ശപിച്ചു, ഇനി ഇവിടെ വന്നാൽ നീ മരിക്കുന്ന. അങ്ങനെ അങ്ങോട്ട് പോകുക. ആ സൗഭരി മഹർഷി അവിടെ ആ കാളിന്തിയിൽ തപസ് ചെയ്യുമായിരുന്നു. അപ്പോൾ പുറമേ മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജലത്തിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കണ്ണ് തുറന്നപ്പോൾ ഈ മത്സ്യ രാജാവ് അദ്ദേഹം ഈ ദാമ്പത്യ സുഖത്തും കണ്ട് ശരീരസുഖം മനസ്സുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മോഹമായി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ വയസ്സായ ആളാണ്, ഈ വെള്ളത്തിൽ കടന്നിട്ട് വഴുക്കൽ പിടിച്ച ആളുമാണ്. ഒക്കെപ്പാടെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ പുത്രിമാർ 50 പുത്രിമാരുണ്ട്. മാന്ധാദേവന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പുത്രി എനിക്ക് തരണ്ടേ എന്ന് പറയുക യാചിച്ചു. പറഞ്ഞു അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് വെച്ചെങ്കിൽ സ്വയംവരായിട്ട്. അപ്പം മനസ്സിലായി, സൗഭരിക്ക് തന്നെ മനസ്സിലായി ഇതിന്നെ ഒഴിവാക്കാൻ ചെയ്ത പണിയാണ്. അദ്ദേഹം എന്തുകൊണ്ടെങ്കിൽ തൻ്റെ തപശ്ചര്യയുടെ ശക്തി കൊണ്ട് അദ്ദേഹം അനവധി ഋക്കുകളുടെ ഉപജ്ഞാതാവാണ്. ഋക്കുകളെ കണ്ടെത്തിയ ആളാണ്, ദൃഷ്ടാവാണ് അദ്ദേഹം. ദേവ സ്ത്രീകൾ കൂടി കാക്ഷിക്കുന്ന വിധത്തിലുള്ള രൂപസൗന്ദര്യത്തോടു കൂടി അവനായിട്ട് മാന്ധാതാവ് പറഞ്ഞു വെച്ചാൽ എന്താണ് കാവൽക്കാരൻ്റെ ഒപ്പം അകത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടിയോട് 50 പേരും നിക്ക് പറ്റിയ ആളാ നടക്കല്ല, എനിക്ക് പറ്റിയ ആളാ നടക്കാൻ. അവർ തമ്മിൽ തല്ലായി. എല്ലാവർക്കും ജയത്തിനെ വേണം. അങ്ങനെയായപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഈ ദാമ്പത്യസുഖം ഗൃഹസ്ഥാശ്രമ ജീവിതം നന്നാവുകയല്ലേ വേണ്ടത്. 50 സ്ത്രീകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തോളൂ ഭഗവാന്റെ 50 രൂപം, ഇതേപോലെയുള്ള 50 രൂപം തൻ്റെ തപശ്ചര്യയുടെ ശക്തി കൊണ്ടാണ് ഉണ്ടാക്കി. 50 ആളുകളോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ തപശ്ചര്യ കൊണ്ട് വലിയ വലിയ ഗൃഹങ്ങൾ, കേളി ഗൃഹങ്ങൾ, തടാകങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അനുഭവിക്കാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി 50 രൂപത്തിൽ അങ്ങോട്ട് എല്ലാവർക്കും വലുത്. ഇത് കണ്ടിട്ട് മാന്ധാതാവിന് തന്നെ കുറച്ച് അസൂയ ഉണ്ടായില്ല. താൻ ഈ 7 ദ്വീപുകളുടെ രാജ്യം മുഴുവൻ ഭരിക്കുന്ന ആൾക്ക് ഇത്ര സുഖസൗകര്യങ്ങളും ഗൃഹസ്ഥാശ്രമ ജീവിതവും സാധിക്കുന്നില്ല എന്നുള്ള നിലയ്ക്ക് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി
തപശ്ചര്യയ്ക്ക് ഇങ്ങനെ ചില കഴിവുകളുണ്ടെന്ന്. അദ്ദേഹം മാന്ധാതാവ് തൻ്റെ ആ ഈശ്വരനോടുള്ള ആ തപശ്ചര്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സൗഭരിക്കും അദ്ദേഹം മനസ്സിലായി, ഇത് എന്തൊരു കഷ്ടപ്പം ഞാൻ ചെയ്തത്. ഈ മത്സ്യങ്ങൾ തമ്മിലുള്ള കളി കണ്ടിട്ട് ഞാൻ എൻ്റെ ഏകമായ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാണ്ട് ഒന്നും ഇല്ലാണ്ടാക്കിയതാ, അതിനെ സുന്ദര രൂപമാക്കി. അത് കഴിഞ്ഞിട്ട് 50 സ്ത്രീകൾ വന്നപ്പോൾ 50 രൂപത്തിലാക്കി. അവർക്ക് 100 പുത്രന്മാരായപ്പോൾ 5000 ആയി. എന്തൊരു കഷ്ടത്. എൻ്റെ എല്ലാം നശിക്കുകയുള്ള ജീവിതം. ആ ഭഗവാനോട് അടുക്കാനല്ലേ എനിക്ക് ശരീരം തന്നത്. ഞാൻ ഈ ഋക്കുകളൊക്കെ ദ്രഷ്ടാവായത് അതിനൊക്കെ അല്ലേ. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള വിരക്തി അങ്ങോട്ട് വന്നോട് കൂടിയിട്ട് സൗഭരി ഇതൊക്കെ അത് വേണ്ടാച്ചു. അദ്ദേഹം തപസ്സിനായിട്ട് പോയി തൻ്റെ ശരീരത്തിന് തപശ്ചര്യകൾ കൂടെ അങ്ങോട്ട് പഴയ കാലത്തെന്തി എല്ലാം തോലാക്കി തീർത്തു. ഇത് കണ്ടിട്ട് ഈ 50 സ്ത്രീകളും കൂടെയായിട്ട് പോയി. അവരും ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം അതേപോലെ ചെയ്ത് അദ്ദേഹം ഈ തപശ്ചര്യ കൊണ്ട് തൻ്റെ ആത്മചൈതന്യത്തിനെ പരമാത്മചൈതന്യത്തിലേക്കാണ് ലയിപ്പിച്ചപ്പോൾ ഭാഗവതം പറയണു, ശാന്തമായ അഗ്നിയിൽ എങ്ങനെ ദീപനാളങ്ങൾ ഒതുങ്ങിയോ അതേപോലെ ശാന്തമായ ഈ സൗഭരിയുടെ ആ ആത്മചൈതന്യത്തിൻ്റെ ഒപ്പം ഇവർ 50 പേരും ആ അഗ്നിനാളങ്ങളെപ്പോലെയാണ് കൂടി അവരും ഈശ്വരനിൽ ലയിച്ചു എന്ന് പറയണു. ഇത് കണ്ടപ്പം മാന്ധാതാവിനും ഇതൊക്കെ തന്നെയാണല്ലോ വേണ്ടത് എന്ന് ഈ സൗഭരിയുടെ ചരിത്രം നന്നായിട്ട് വിശദമാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമുക്കിവിടെ വർണ്ണിക്കാൻ സമയത്തുണ്ട്, നന്നായിട്ട് വർണ്ണിക്കാനുള്ളതുണ്ട്. അതിൽ ഒരു 5-8 ശ്ലോകങ്ങളുണ്ട് സൗഭരി എങ്ങനെയാണ് ചെയ്തത് എന്നിട്ട്. അതേപോലെ ചെയ്യാവുന്നതാണ്. അതാണ് 7 ദിവസം ആയുസ്സുള്ള ആൾ ചെയ്യേണ്ടത്. അതിനുള്ള കഥകളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിച്ചിട്ട് പരീക്ഷത്തിനെ മനസ്സിലാക്കിച്ചു. അത് കഴിഞ്ഞ ശേഷം മന്ധാതാവിൻ്റെ ആ പുരുകുത്സനെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത്. പുരുകുത്സൻ നാഗദേവന്മാരുടെ ഒരു സഹോദരി നർമ്മദ ഉണ്ട്. ആ നർമ്മദയെ വിവാഹം ചെയ്തു. അങ്ങനെ ഭാര്യയും കൂട്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ ഗന്ധർവന്മാരുടെ വലിയ ശല്യം, ദുഷ്ടന്മാരായ ഗന്ധർവന്മാരെ ഇദ്ദേഹം തൻ്റെ വൈഷ്ണവ ശക്തിയോട് കൂടിയിട്ട് അവരെ ജയിച്ച് നാഗന്മാർക്ക് നന്നായിട്ട് ജീവിക്കാവുന്ന അവസ്ഥ കൊടുത്തു. എന്നിട്ട് അവർ അനുഗ്രഹത്തോടൊപ്പം ഈ കഥ കേൾക്കുന്നവർക്ക് കൂടി നാഗഭയം ഉണ്ടാവില്ല എന്നുള്ള വരവും വാങ്ങി. അത്രയും കേമനാണ് പുരുകുത്സൻ. ഈ പുരുകുത്സൻ്റെ പുത്രൻ ത്രിസദ്ദസു, അദ്ദേഹത്തിൻ്റെ പുത്രൻ അനരണ്യൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അര്യശൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അരുണൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ നിബന്ധനൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ സത്യവ്രതൻ. സത്യവ്രതൻ എന്ന് പറഞ്ഞാൽ ത്രിശങ്കു ആയിരുന്ന സത്യവ്രതനാണ്. നമ്മൾ നേരത്തെ മത്സ്യാവതാരം വായിച്ച സത്യവ്രതനല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ത്രിശങ്കു വരേക്കുള്ളത്. ത്രിശങ്കു എന്താണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹം നല്ല ഭക്തനാണ്, എല്ലാ കാര്യങ്ങളും വേണ്ട പ്രകാരം ചെയ്യുന്ന ആളാണ്. വസിഷ്ഠൻ തൻ്റെ ഗുരുനാഥനായിട്ട് കണ്ട് പൂജിച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു മോഹം വന്നു, ഈ ഉടലോട് കൂടിയിട്ട് സ്വർഗത്തിലേക്കാണ് പോകണമെന്ന്. തൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു, എനിക്ക് ഈ ശരീരത്തോട് അത് പറ്റില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള തപശക്തി ഇല്ലേ, ചെയ്തു തരണം, ഞാൻ രാജാവല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നുള്ള ഒരു രൂപത്തിലായി. വസിഷ്ഠന് ദേഷ്യം വന്നു, നീ ചണ്ടാളനായി പോട്ടെ പറഞ്ഞു. രാജാവായിരിക്കുമ്പോഴല്ലേ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചണ്ടാളനായി. അങ്ങനെ ചണ്ടാളനായപ്പോൾ അദ്ദേഹം വിശ്വാമിത്രൻ്റെ അടുത്തെത്തി. വിശ്വാമിത്രനോട് പറഞ്ഞ് വിശ്വാമിത്രൻ എന്ത് ചെയ്യുള്ളൂ, ഈ ചണ്ടാള രൂപത്തിലുള്ള ഇയാളെ നേരിട്ട് സ്വർഗത്തിലേക്ക് തൻ്റെ തപശക്തി കൊണ്ടാണ് പറഞ്ഞു വെച്ചു. അവിടെ എത്തിയപ്പോൾ ദേവന്മാരൊക്കെ പാടെ ഉന്തി പുറത്തേക്ക് തള്ളിയിട്ടു. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് അവിടെ തന്നെ നിർത്തി എന്നാണ്. സ്വർഗത്തിൻ്റെ മുമ്പല്ല, അവിടെ തന്നെ പ്രത്യേക ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നിർത്തിയതാണ്. അതിപ്പോഴും കാണാം എന്ന് ഭാഗവതം പറയുന്നു. ത്രിശങ്കു ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഈ ത്രിശങ്കുവിൻ്റെ പുത്രനാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ സത്യത്തിൽ വളരെയധികം വിശ്വാസമുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു യാഗം വിശ്വാമിത്രൻ നടത്തി. ആ യാഗത്തിൽ ഈ ഹരിശ്ചന്ദ്രൻ്റെ സ്വത്ത് സകലതും നിസ്വനാക്കി, ഒന്നുമില്ലാത്തവനാക്കി
വിശ്വാമിത്രൻ. അത് കണ്ടപ്പോൾ വസിഷ്ഠൻ ദേഷ്യം വന്നു. ഗുരു അദ്ദേഹമാണ്, ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ദേഷ്യം വന്നിട്ട് വസിഷ്ഠൻ പറഞ്ഞു, നീ ഒരു ത്വം വാടീഭവ എന്ന് പറഞ്ഞു, വാത്തുപക്ഷിയായി പോന്ന്. വിശ്വാമിത്രൻ അങ്ങോട്ട് ശപിച്ചു, നീ കൊറ്റിയായി പോന്നു, ഭഗോഭവ കൊറ്റിയായി പോവാ. അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ഈ പക്ഷികളുടെ വേഷത്തിൽ കുറേ കാലം ലഹള കൂടി നടന്നു എന്നുള്ളതും കൂടി ഭാഗവതം ഇവിടെ പറയുന്നു. അതാണ് ഈ ശക്തിയും തോന്നുണ്ടായിട്ട് കാര്യമില്ല, കോപത്തിനെ അടക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ തപസ്വികളായാലും അപകടമാണ്. ഈശ്വരനെ അടിയുറച്ച ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടുള്ള ഭക്തി ഇല്ലെങ്കിൽ ഏത് താപസനായാലും ഗതി കീഴ്പ്പെട്ടാണ് എന്നുള്ളതും കൂടി അവിടെ പറഞ്ഞു വെച്ചു. അതിൻ്റെ ശേഷം ഇവർ രണ്ടാളും ഇങ്ങനെയല്ലേ, നാരദൻ്റെ ഉപദേശപ്രകാരം ഹരിശ്ചന്ദ്രൻ വരുണനെ തപിച്ച് എനിക്കൊരു പുത്രനെ വേണമെന്ന് പറഞ്ഞു. അത് വീരനായ പുത്രനാകുകയാണെങ്കിൽ അവനെ യജിക്കാമെന്ന് പറഞ്ഞു. വരുണനെ അനുഗ്രഹിച്ചു, കുട്ടിയുണ്ടായി. പ്രസവം കഴിഞ്ഞ് അപ്പം തന്നെ എന്നാ യജിക്കൂ, എനിക്ക് യജിക്കാൻ പറഞ്ഞല്ലേ പറഞ്ഞു. അവിടുത്തെ അയ്യോ ചെറിയ കുട്ടിയല്ലേ, പേലക്കാലത്ത് യജിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പേല കഴിയട്ടെ പറഞ്ഞു. പേല കഴിഞ്ഞാൽ പറഞ്ഞു, പല്ലില്ലാത്ത കുട്ടികളെ മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? യജ്ഞ പശു ആക്കാൻ പറ്റില്ലല്ലോ, പല്ല് വേണ്ടേ, പല്ലുണ്ടാവട്ടെ പറഞ്ഞു. പല്ലുണ്ടായപ്പോൾ അപ്പോഴും വരുണൻ വന്ന് ആവശ്യപ്പെട്ടു. പല്ലുണ്ടായപ്പോൾ പറഞ്ഞു, ഇനി പല്ല് കൊഴിഞ്ഞു പോട്ടെ എന്ന്. പല്ല് കൊഴിഞ്ഞു പോയോ എന്നപ്പോൾ പറഞ്ഞു, ഇനി പുതിയ പല്ലുണ്ടാവട്ടെ എന്ന്. അങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം പിന്നെ പറഞ്ഞു, അവൻ കച്ച കെട്ടി യുദ്ധപ്രാപ്തനായി യഥാർത്ഥ ക്ഷത്രിയനായാലല്ലേ വീരനായ പുത്രനെ കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇതൊക്കെ പാടെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി വരുണന് കുറേശ്ശെ വിഷമായി തുടങ്ങി. അതിൻ്റെ ഇടയിൽ മകൻ മനസ്സിലാക്കി തന്നെ ഈ യാഗത്തിൽ നരഭേദം ചെയ്യുമെന്ന്. അവൻ അമ്പും വില്ലുകൊടുത്തിട്ട് കാട്ടിലേക്കാണ് പോയി. അവനെ കാണാനില്ലാണ്ടായോട് കൂടിയിട്ട് വരുണൻ്റെ ശാപം കാരണം ഇവിടെ മഹോദരം വന്നു. അങ്ങനെ മഹോദരം വന്നതറിഞ്ഞിട്ട് ഇവൻ കാട്ടിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പം ഇന്ദ്രൻ പോയിട്ട് അത് പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, അങ്ങോട്ട് പോകണ്ട, ക്ഷേത്രങ്ങളിലും മറ്റേ തീർത്ഥസ്ഥാനങ്ങളിലും ഉപാസന നടത്തിയ അച്ഛൻ്റെ സൂക്കടൊക്കെ മാറും, നീ അതിന് പൊയ്ക്കോ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു. പിന്നെ അധികം വരാൻ തുടങ്ങിയപ്പോൾ അപ്പോഴും ബ്രാഹ്മണ വേഷത്തിൽ ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, വേണ്ട, ഇതന്നെ ചെയ്താൽ മതി, ശരിയാവും. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷം അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടി വിലയ്ക്ക് വാങ്ങി. ഈ രോഹിതൻ പോയിട്ട് അജീകർത്ത ബ്രാഹ്മണൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള മധ്യമപുത്രനായിട്ടുള്ള ശുനശേപനെ വിലയ്ക്ക് വാങ്ങിയിട്ട് അച്ഛനെ കൊണ്ടുപോയി കൊടുത്ത് ആ നരഭേദം എന്നുള്ള യാഗം നടത്തി അസുഖത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടു. ആ യജ്ഞത്തിലെ ദേവേന്ദ്രനും എല്ലാവരും ഇഷ്ടപ്പെട്ട് ഹരിശ്ചന്ദ്രന് പിന്നെ നല്ലൊരു സ്വർണ്ണരഥം കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഈ ഹരിശ്ചന്ദ്രൻ്റെയും ഭാര്യയുടെയും സത്യത്തിലുള്ള ഒക്കെ നിസ്വനാക്കിയില്ലേ, ആ സമയത്തും സത്യത്തിൽ നിന്ന് വിട്ടില്ല ഹരിശ്ചന്ദ്രൻ. അതിൽ തൃപ്തി വന്നിട്ട് ഈ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രന് ജ്ഞാനോപദേശം കൊടുത്ത് അദ്ദേഹത്തിന് പരമമായ ആ ജ്ഞാനരൂപത്തെ കൂടി കൂടി ഭഗവത് പ്രാപ്തനാക്കി. എങ്ങനെയാണ് ആ ജ്ഞാനരൂപം എന്നുള്ളതും ഈ ശ്രീശുക ബ്രഹ്മർഷി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ പറയാനുള്ളത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് ശ്രീശുക ബ്രഹ്മർഷി ചെറിയൊരു 4 ശ്ലോകങ്ങളെ കൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതായത് താൻ ഈശ്വര സ്വരൂപമാണ്, ശരീരമാണ് ഞാൻ എന്ന ബോധം അജ്ഞാനം, ഞാൻ ഈശ്വരനാണ് എന്നുള്ള ബോധം ജ്ഞാനം. ആ ഈശ്വരനാണുള്ള ബോധമുള്ള ജ്ഞാനത്തോടു കൂടിയിട്ട് തന്നിലുള്ള ഈശ്വരീയ ശക്തിയെ പരബ്രഹ്മശക്തിയുടെ ചെറിയൊരു രൂപമായി കണ്ട് ഈ ചെറിയ രൂപത്തിനെ ആ പരബ്രഹ്മത്തിനോട് യോജിപ്പിക്കാൻ ശരീരത്തിനോടുള്ള മമത വിടത്തി ആ പരബ്രഹ്മ ചൈതന്യത്തോടുള്ള മമത വളർത്തി അതിലേക്ക് യോജിപ്പിക്കുക എന്നുള്ളതാണ് കൊടുത്ത ജ്ഞാനം. അങ്ങനെ ഹരിശ്ചന്ദ്രനും ബ്രഹ്മസായുജ്യം ലഭിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രോഹിതൻ്റെ പുത്രൻ ഹരീതൻ
ഹരീതൻ്റെ പുത്രൻ ചമ്പാനഗരി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇതുണ്ട്, അതുണ്ടാക്കിയത് ഈ അദ്ദേഹത്തിൻ്റെ പുത്രൻ സുദേവൻ, വിജയൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഭരുകൻ, പുത്രൻ വൃകൻ, ബാഹുകൻ. ഈ ബാഹുകൻ എന്തുണ്ടായി ഉണ്ടെങ്കിൽ രാജ്യം ശത്രുക്കളൊക്കെ പടതായപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോയി ഭാര്യമാരെയും കൂട്ടിയിട്ട്. അവിടെ പോയി അദ്ദേഹം വയോധികനായിട്ട് മരിച്ചു. അപ്പോൾ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഒപ്പം ദേഹത്യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഔർവ മഹർഷി പറഞ്ഞു, നീ ദേഹത്യാഗം ചെയ്യരുത്, നീ ഗർഭിണിയാണ്, അതുകൊണ്ട് എന്താണ് കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് നീ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഔർവ മഹർഷിയുടെ കെയർ ഓഫിൽ അവരായി. ആ ഔർവ മഹർഷി കൊണ്ടുവന്ന് ഇവിടെ ആക്കിയപ്പോൾ ഒപ്പം കുറേ ഭാര്യമാരുണ്ട്. അവരെന്ത് ഉണ്ടെങ്കിൽ ഇതിനൊരു കുട്ടി ഉണ്ടായാൽ ബാക്കിയുള്ളവർക്ക് വില ഇല്ലാണ്ടേ ഇല്ലേ. അപ്പോൾ എന്താ പറയുക, മാത്സര്യം കൊണ്ട് വിഷം കൊടുത്തു. പക്ഷേ ഭഗവാൻ പരീക്ഷത്തിനെ രക്ഷിച്ച കൂട്ടത്തിൽ രക്ഷിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സഗരനായിട്ടാണ് ജനിച്ചത്. വിഷം വേറെയും ഈ കുട്ടി വേറെയായിട്ട് ജനിച്ചു. അങ്ങനെ സഗരൻ എന്നുള്ള പേരിൽ അദ്ദേഹം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സഗരൻ്റെ കഥ. സഗരൻ വലിയ സാർവഭൗമനായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് സമുദ്രം ഉണ്ടാക്കിയിട്ട് സമുദ്രത്തിന് സാഗരം എന്നുള്ള പേരുണ്ടായത്. നമ്മൾ രാമായണത്തിൽ ശ്രീരാമനോട് വരുണദേവൻ വന്നിട്ട് പറയുന്നുണ്ട്, സാഗരം വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ പൂർവികന്മാരാണ് ഞങ്ങൾക്ക് സാഗരം എന്നുള്ള പേര് തന്നത് എന്ന് പറഞ്ഞത്. അത് ഈ സാഗരൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹം എന്തുകൊണ്ട് വെച്ചെങ്കിൽ ഈ സാഗരൻ അനവധി ദുഷ്ടന്മാരായിരിക്കുന്ന താലജകന്മാർ, യവനന്മാർ, ശാകന്മാർ, ഏകയന്മാർ, ബർബരന്മാർ എന്നുള്ള ആളുകളെയൊക്കെ വധിക്കാൻ തടയപ്പോൾ ഔർവമഹർഷി വധിക്കൊന്നും വേണ്ട, ശിക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചിലർ വിരൂപ വേഷക്കാരാക്കി എല്ലാവരും. ചിലർ തല മുട്ടയിട്ട്, ചിലർ ആടിരോമം വളർത്തിയവർ, ചില കുടുംബ കെട്ടഴിച്ച് ചെറിച്ചവർ, ചിലർ കുടുംബ പാതിക്ക് വെച്ച് മുറിച്ചവർ, ചിലർ കൗപീനമില്ലാത്തവർ, അടിവസ്ത്രമില്ലാത്തവർ, ചിലർ മേലുടുപ്പില്ലാത്തവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശിക്ഷിച്ച് അദ്ദേഹം അവരെയൊക്കെ ശിക്ഷിക്കുകയേ ചെയ്തുള്ളൂ. അതില്ല. അങ്ങനെ ഔർവ മഹർഷിയുടെ ഉപദേശത്തോട് കൂടിയിട്ട് അനേകം അശ്വമേധങ്ങൾ നടത്തി ഈശ്വര അനുഗ്രഹത്തോടു കൂടി സഗരൻ രാജ്യം ഭരിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം അശ്വമേധം നടത്തുന്ന സമയത്ത് ഇന്ദ്രന് സഹിച്ചില്ല. ഇന്ദ്രൻ കുതിരയെ കട്ടും കൊണ്ടുപോയി. അങ്ങനെ കുതിരയെ അന്വേഷിച്ചിട്ട് തൻ്റെ പുത്രന്മാർ, സുമതിയിലുള്ള പുത്രന്മാർ യാഗാശ്വത്തിനെ അന്വേഷിച്ച് വിട്ടു. അവർ ഭൂമിയൊക്കെ കുഴിച്ച് ചെന്ന് ഈ കപിലവാസുദേവൻ്റെ ആശ്രമത്തിൻ്റെ അവിടെ കുതിരയെ കണ്ടു. അപ്പോൾ ഈ കുതിരയെ കട്ടുകൊണ്ടുവന്ന ആൾ മുനിയുടെ വേഷം കെട്ടിയിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ പാടെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ചെന്നു. അദ്ദേഹം കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇവരൊക്കെ പാടെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ കണ്ണ് തുറന്നപ്പോഴും ഏതാ ചോദിക്കുകയും ചെയ്യാണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ അഗ്നി കൊണ്ട് ഇവരൊക്കെ നശിച്ചു പോയി. അങ്ങനെ അവരൊക്കെ നശിച്ചു പോയി. ആകാശത്തിനെ കിട്ടിയതുമില്ല. അങ്ങനെ പിന്നീട് അദ്ദേഹം സഗരൻ്റെ പുത്രൻ കേശിനിയിൽ അസമഞ്ജസൻ എന്നുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ സുമതിയിലത്തെ പുത്രന്മാരൊക്കെ പോയി. പിന്നെ കേശിനിയിലുണ്ടായ അസമഞ്ജസൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അംശുവാൻ. ഈ അസമഞ്ജസൻ പൂർവ്വജന്മത്തിൽ യോഗിയായിരുന്നു. അതിന് യോഗഭ്രഷ്ടനായി. അപ്പോൾ ആ യോഗ്യതയുടെ കഴിവൊക്കെ ഉണ്ട്. ഇവിടെ അദ്ദേഹം പുത്രനൊക്കെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ വിക്രസ് തുടങ്ങി. ആളുകളെയൊക്കെ സരയൂ നദിയിൽ മുക്കി കൊല്ലും, കുട്ടികളെയൊക്കെ. അത് കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് സഹിച്ചില്ല. ഈ സഗരൻ ഇദ്ദേഹത്തിനെ നാട്ടിൽ നിന്ന് ആട്ടി വിട്ടു. വിട്ടപ്പോൾ അദ്ദേഹം ചെയ്തു അറിയോ, ആ കുട്ടികളെ ജന്മം കൊടുത്തു, രണ്ടാമതും ജീവിപ്പിച്ചു. എന്നിട്ട് അപ്പോഴേക്ക് അയോധ്യയിലുള്ളവർക്കൊക്കെ വലിയ സങ്കടമായി. ഇത്രയും കഴിവുള്ള ആളെ നമ്മൾ പറഞ്ഞയച്ചില്ലേന്ന്. സഗരനും വളരെ സങ്കടമായി, ഇങ്ങനെ പറഞ്ഞയച്ചില്ലേന്ന്. എങ്ങനെയായാലും അംശുമാൻ, സഗരൻ്റെ ഈ അസമഞ്ജസൻ്റെ പുത്രൻ അംശുമാൻ ഈ കുതിരയെ തിരങ്ങിപ്പോയി. അവിടെ ചെന്ന് ഈ പിതൃവ്യന്മാരുടെ അച്ഛൻ്റെ അനുജന്മാർ, ഏട്ടന്മാരൊക്കെ ആണല്ലോ, അവർ അവിടെ
ഭസ്മായി ഈ കിടക്കട് കണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഈ കുതിരെ അപ്പോൾ കപിലവാസുവിനെ സ്തുതിച്ചു. ഈ 6 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നുണ്ട് കപിലനെ. സ്തുതിച്ച് കപിലൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അദ്ദേഹം കണ്ണ് തുറന്ന് പറഞ്ഞു, നീ ഈ കുതിരെ കൊണ്ടുപോയിട്ട് ആ യാഗം മുഴുവനാക്കൂ. ഇവർക്ക് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഗംഗയെ കൊണ്ടുവരണം, അല്ലാണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുതിരയും കൊണ്ടുവന്ന് യാഗം മുഴുമിച്ചു. അതോടുകൂടി സഗരന് പൂർണ്ണ സംതൃപ്തിയായി. തൻ്റെ യാഗം മുഴുവനായി. പിന്നെ ഇദ്ദേഹം പോയിട്ട് കുതിരയെ കൊണ്ടുവരികയും ചെയ്തില്ലേ. അങ്ങനെ ആ സഗര ചക്രവർത്തി ഔർവ മഹർഷി ഉപദേശിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഭഗവത് പ്രാപ്തനായി എന്ന് പറഞ്ഞിട്ട് ഈ സഗരൻ്റെ കഥയും കൂടിയിട്ട് 4ാമത് സഗരൻ എത്തിയതും കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അംശുമാനും അദ്ദേഹത്തിൻ്റെ പുത്രൻ ദിലീപനും ഈ ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനവധി തപസ് ചെയ്തു. അവർക്കൊന്നും സാധിച്ചില്ല. അവസാനം ഭാഗീരഥൻ എന്നുള്ള പുത്രൻ, ഈ ദിലീപൻ്റെ പുത്രൻ ഭഗീരഥൻ ഉഗ്രമായ തപസ് ചെയ്ത് ഗംഗയെ തൃപ്തിപ്പെടുത്തി. ഗംഗ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പിതൃവ്യന്മാർക്ക് അങ്ങടത് വേണം, അത് ഗംഗ ഭൂമിയിലേക്ക് വേണം. അയ്യോ, ഞാൻ ആകാശത്തു നിന്ന് ഇങ്ങോട്ട് വീഴുമ്പോൾ ഭൂമിയിൽ അത് താങ്ങാൻ ആരാളുള്ളത്? അല്ലെങ്കിൽ അത് പാതാളത്തിലേക്ക് പോകും, നിങ്ങൾക്ക് കിട്ടില്ല പറഞ്ഞു. പിന്നെ ഈ ഭൂമിയിൽ വന്നാൽ ഈ ദുഷ്ടന്മാരൊക്കെ വന്ന് കുളിച്ച് അവരുടെ പാപമൊക്കെ ഞാൻ ഏറ്റെടുക്കണ്ടേ, അതെവിടെയാണ് കഴുകി കളയുക എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപൻ ഭഗീരഥൻ പറഞ്ഞു, ഈ ഭഗവത് ഭക്തന്മാർ നിസ്സംഗന്മാരും എല്ലാവർക്കും തീർത്ഥ രൂപത്തിലുള്ളവരുമായ ഭഗവത് ഭക്തന്മാരിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നുണ്ട്. അവരുടെ ദേഹ സംസർഗം കൊണ്ട് അവർ കുളിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളൊക്കെ പൊയ്ക്കോളും. പിന്നെ ശിവന് നിൻ്റെ ഈ ആഘാതം താങ്ങിക്കോളും എന്ന് പറഞ്ഞ് ശിവനെ തപസ് ചെയ്ത് ശിവനെ കൊണ്ട് ആ ആഘാതം താങ്ങിച്ച് ഗംഗയെ വരുത്തി. ആ ഗംഗയെ തൻ്റെ ആ വായുവേഗത്തിലുള്ള ആ അത് കൂടെ കൊണ്ടുപോയി ഈ ഇവരെ പിതൃവ്യന്മാരുള്ള അവിടെ കൊണ്ടുവന്ന് അവരൊക്കെ സ്വർഗലോകത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് ഭാഗവതം പറയുക. ഈ ഭസ്മമായി തീർന്ന അവരുടെ ആ ഭസ്മത്തിൻ്റെ സംസർഗം കൊണ്ട് അവരെത്തി. പിന്നെ നമ്മളെപ്പോലുള്ളവർ ഗംഗയെ അനുസ്മരിച്ച് ആ ഗംഗയുടെ വ്രതങ്ങളോട് കൂടിയിട്ട് കുളിച്ചാൽ പിന്നെ പുണ്യവാന്മാരാവാണ്ടിരിക്കുമോ എന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കുന്നു. അങ്ങനെ അത്രയും പുണ്യമാണ് ഈ ഗംഗയുടെ മഹത്വം എന്നുള്ളത് പറഞ്ഞ് ആ കഥകൾ അവിടെ അവസാനിച്ചു. ഈ സഗരനും ആയി എന്ന് പറഞ്ഞുവല്ലോ. അതിൻ്റെ ശേഷം ഭഗീരഥൻ്റെ പുത്രൻ ശ്രുതൻ, നാഭൻ്റെ പുത്രൻ സിന്ധുജീവൻ, പുത്രൻ ആയുധായുസ്, പുത്രൻ ഋതുപർണൻ. ഋതുപർണൻ എന്ന് പറഞ്ഞാൽ നളചരിതം കഥയിൽ ഒരു ഋതുപർണന് നളൻ അക്ഷഹൃദയം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഋതുപർണന് അശ്വഹൃദയം നളൻ ഉപദേശിക്കുന്നു. നളന് അക്ഷഹൃദയം ഋതുപർണൻ ഉപദേശിക്കും. ആ ഋതുപർണനാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ സർവകാമൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ സുദാമൻ, അതിൻ്റെ പേര് സൗദാസൻ. ഈ സൗദാസൻ്റെ കഥ ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നത് എന്താ കാരണം വെച്ചാൽ, സൗദാസൻ വസിഷ്ഠ മഹർഷിയുടെ അനുഗ്രഹത്തോടു കൂടി യുദ്ധം ചെയ്ത് ഒരു രാക്ഷസനെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ അനുജനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ രക്ഷപ്പെട്ട അനുജനെ ഇതുകൊണ്ട് ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ കുക്കായിട്ട് വന്ന് വസിഷ്ഠ മഹർഷിക്ക് മനുഷ്യമാംസം ഉളമ്പി കൊടുത്തു. വസിഷ്ഠ മഹർഷി ഇത് രാജാവാണ് ചെയ്ത് രാക്ഷസനാവട്ടെ പറഞ്ഞ് ശപിച്ചു. ഇത് രാക്ഷസൻ്റെ വിദ്യ എന്ന് മനസ്സിലായപ്പോൾ 12 വർഷമായി തുരുക്കി. പക്ഷേ ഇദ്ദേഹത്തിനും സൗദാസനും ദേഷ്യം വന്നു. അദ്ദേഹം തീർത്ഥം തൻ്റെ കയ്യിൽ വെള്ളം എടുത്തിട്ട് വസിഷ്ഠനെ ശപിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ മദയന്തി പറഞ്ഞു, അത് അരുത്, ഗുരുനാഥനെ ശപിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് തൻ്റെ കാലിൽ തച്ചു. അതുകൊണ്ട് ഈ രാക്ഷസനായ ആൾക്ക് കൽമദഭാഷൻ എന്നുള്ള പേര്, കറുപ്പും ചുവപ്പും നിറമൊക്കെ ഈ കാലിന്. അങ്ങനെ ഈ കൽമഷപാതൻ പിന്നീട് ഒരു ബ്രാഹ്മണ യുവതിയും യുവാവിനെയും സംഭോഗ സമയത്ത് ആ ബ്രാഹ്മണനെ വധിച്ച് ഭക്ഷിച്ചു. അപ്പോൾ ഈ യുവതി പറഞ്ഞു, അരുതേ,
ഞങ്ങളുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങ് ശരിക്കും രാക്ഷസനല്ല, സൗദാസനാണ്, ഈ കർമ്മം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചപ്പോഴും കൂട്ടാക്കാണ്ട് വിശപ്പ് കാരണം. അപ്പോൾ ഈ കുട്ടി ഭർത്താവിൻ്റെ ഒപ്പം ശരീരം ഉപേക്ഷിച്ച് ശപിച്ചു, മൈഥുനം കൊണ്ട് നീയും മരിക്കുന്നു. അങ്ങനെ സൗദാസന് 12 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ഇല്ലാണ്ടായി. ആ ഭാര്യയെ സമീപിക്കാൻ വയ്യാണ്ട് ഈ ഭാര്യ തറങ്ങി പറഞ്ഞു, വേണ്ട പറഞ്ഞു. അങ്ങനെ ഈ സൗദാസന് മദയന്തിയിൽ വസിഷ്ഠന് ഒരു ഗർഭം ധരിച്ചു. അങ്ങനെ ആ കുട്ടിയെ തൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയല്ലാണ്ട് ഞാൻ പ്രസവിക്കില്ല 7 കൊല്ലം വെച്ചും കൊണ്ടിരുന്നു. പക്ഷേ വസിഷ്ഠൻ കല്ലുകൊണ്ട് ഇടിച്ച് പ്രസവിപ്പിച്ചു. അതുകൊണ്ട് എന്താണ് അശ്മകൻ എന്നുള്ള പേര് വന്നു. ആ അശ്മകനെ പരശുരാമൻ്റെ കാലത്ത് ക്ഷത്രിയരെ നശിപ്പിക്കുന്ന കാലത്ത് സ്ത്രീകളൊക്കെ പാടയ ഈ കുട്ടിയെ രക്ഷിച്ചു. 4 പുറം ഇരുന്നിട്ട് സ്ത്രീകളുടെ ഇടയ്ക്ക് പരശുരാമന് വയ്യാണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇവന് മൂലകൻ എന്നുള്ള പേര് വന്നു. സ്ത്രീകൾ രക്ഷിക്കൊണ്ട് ഇത് നാരീകവചൻ എന്നുള്ള പേരും വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നാരീകവചൻ്റെ പുത്രൻ ദശരഥൻ, ഐലവിലരൻ പുത്രൻ വിശ്വസഹൻ പുത്രൻ കട്വാങ്കൻ. ഈ കട്വാങ്കൻ്റെ കഥയാണ് അവസാനമായിട്ട് ഈശ്വരനിൽ എത്താണ്ടത്. കട്വാങ്കൻ വലിയ രാജാവായിരുന്നു, മഹാകേമനായിരുന്നു, ഈശ്വരാധീനമുള്ള ആളാണ്, അസാധ്യ യുദ്ധവീരനാണ്. ദേവലോകത്ത് പോയി യുദ്ധം ചെയ്ത് അവസാനം അസുരന്മാരെയൊക്കെ ജയിച്ച് ദേവന്മാർക്ക് ഇഷ്ടമായപ്പോൾ നാട്ടിലേക്ക് പോരാൻ തുടങ്ങി. എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ എനിക്ക് എത്ര ആയുസ് ഉള്ളതെന്ന് ചോദിച്ചു. ആയുസ് 2 നാഴികയേ ഉള്ളൂ പറഞ്ഞു. എന്നാൽ എന്നെ വേഗം കൊട്ടാരത്തിലേക്ക് എത്തിക്കണം പറഞ്ഞു. വേഗം കൊട്ടാരത്തിലെത്തി ഇവിടെ വന്ന് തൻ്റെ ചെയ്തിട്ടുള്ള ആ ഈശ്വരാധീനത്തിൻ്റെ കർമ്മങ്ങളെയും എല്ലാം സ്മരിച്ചുകൊണ്ട് ഭഗവാനോട് ഞാൻ പരബ്രഹ്മത്തിനെ അല്ലാണ്ട് യാതൊന്നിനെയും ദർശിച്ചിട്ടില്ല, ഒന്നിനെയും വിശ്വസിച്ചിട്ടുമില്ല, എൻ്റെ പുത്രന്മാരായാലുമില്ല, ഭാര്യമാരായാലുമില്ല, ഋഷിമാരായാലുമില്ല, ബ്രാഹ്മണരായാലുമില്ല, അവരെക്കൊണ്ടൊക്കെ പ്രാധാന്യം ഈ പരബ്രഹ്മത്തിന് കൊടുത്തിട്ടുണ്ട്. ആ പരബ്രഹ്മത്തിലേക്ക് ഞാൻ എൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ അത്യാസക്തിയും ജ്ഞാനം കൊണ്ട് ഇല്ലാണ്ടാക്കി ഞാൻ ആ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഹൂർത്ത നേരം കൊണ്ട് 2 നാഴിക കൊണ്ട് തൻ്റെ മനസ്സിനെ അടക്കി ഭഗവാനിലെത്തി എന്നുള്ള ചരിത്രം കൂടി പരീക്ഷിത്തിനെ അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷിത്തിനോട് പിന്നീട് ശ്രീരാമചരിതം, പരശുരാമചരിതം, ദശമത്തിലെ നിരോധ ലീലകൾ, ഭഗവാന്റെ ലീലകൾ എല്ലാം കഴിഞ്ഞ് ഏകാദശം കഴിഞ്ഞ് ദ്വാദശത്തിൽ അവസാനം ഈ 6 കഥകളെ കൂടി പറഞ്ഞു കൊടുത്തുള്ള അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്നാണ് മനസ്സിലാക്കിയിട്ട് താൻ ഈ ശരീരമല്ല, ആ പരബ്രഹ്മമാണ്. ആ തക്ഷകൻ വന്ന് ഈ ശരീരത്തിനെ കടിക്കുകയുള്ളൂ, അല്ലാണ്ട് പരീക്ഷിതിനെ കടിക്കില്ല എന്നാണ് പഠിപ്പിക്കാനുള്ള കഥകൾ ഈ 4 അധ്യായം കൊണ്ട് അങ്ങോട്ട് അടിത്തറായിട്ട് അടിച്ചങ്ങോട്ട് ഉറപ്പിച്ച് കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ ചിന്തിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധത്തോടുകൂടി, ഇതിലുള്ള ഈശ്വരീയ ചൈതന്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി ഈ ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഭാഗവത കഥകൾ അനുഭവിക്കണം. ആരനുഭവിക്കണം? ഞാനാകുന്ന ഈശ്വര ചൈതന്യം അനുഭവിക്കണം. ആ ഈശ്വര ചൈതന്യം അത് അനുഭവിച്ച് ആസ്വദിക്കണം. ഭഗവാന്റെ ഈ ഓരോ കഥകളും നമ്മൾ ആസ്വദിക്കണം. ആസ്വദിച്ച് അതിനെ അനുഭൂതിയിലെത്തിക്കണം. അനുഭൂതിയിലെത്തിച്ചാൽ നമുക്കും ഈ ജന്മം കൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് തന്നെ ആ ഭഗവത്പാദത്തിലെത്തും. അഥവാ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഭാഗവതം കേട്ട് തഴമ്പിച്ച ചെവികളുള്ള ആ അമ്മമാരിലും അച്ഛന്മാരിലും പുത്രിമാരുമായി ജനിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവത്പാദത്തിലെത്താൻ സാധിക്കും. ഉറപ്പ്. ഇത് ഭാഗവതം തരുന്ന ഉറപ്പാണ്. അത് ഉറപ്പിച്ച് വിശേഷിച്ച് നമ്മൾ ഭാഗവതത്തിനെ അറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക, അനുഭൂതിയിലെത്തിക്കുക, പരബ്രഹ്മ ചൈതന്യത്തിൽ ലയിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഇവിടെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ മള്ളിയൂർ തിരുമേനിയുടെ വാക്കുകളായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി.
എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇതിൽ. ആ ശ്രീ മഹാഗണപതി തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെയും ഗണപതിയുടെയും വാക്കുകളായി എടുത്താൽ മതി. യാതൊരു സംശയവുമില്ല. നമുക്ക് ആ പരബ്രഹ്മ ചൈതന്യത്തിലേക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒന്നും കൂടി അവിടെ ഉറപ്പിച്ച് വെച്ചോളൂ. പരമാനന്ദമായി ജീവിക്കുക, പരമാനന്ദമായി പരബ്രഹ്മത്തിൽ ലയിക്കുക. ഇതാണ് ജീവിത ലക്ഷ്യം. അതിന് നമുക്ക് സാധിക്കും, ഉറപ്പാണ്. ഭാഗവതമാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം എന്ന ആംഗ്യം തിരുമേനിയും മള്ളിയൂർ തിരുമേനിയും പറഞ്ഞത് വെറുതെ അല്ല. അത് നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മളെ ഇവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ എൻ്റെ വാക്കുകളെന്ന് പറയുന്നില്ല, ഈ ഭാഗവതാമൃത തത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഈ വാക്കുകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദാരവിന്ദങ്ങളുടെ ആ ശ്രീ മഹാഗണപതിയെ, ശ്രീകൃഷ്ണനെ മടിയിൽ വെച്ചിരിക്കുന്ന ആ ശ്രീ മഹാഗണപതിയുടെ പാദങ്ങളിൽ, മള്ളിയൂർ തിരുമേനയുടെ പാദങ്ങൾ, എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെയും പാദങ്ങൾ, എൻ്റെ എല്ലാമായ കാടാമ്പുഴമ്മയുടെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച കാടാമ്പുഴ അപ്പു വാര്യർ, ആ മഹാത്മാവിന് മള്ളിയൂരിൻ്റെ ആദരവ് ഭാഗവത കഥാഗോകുലം ഇപ്പോൾ നൽകുകയാണ്. ആദരവേറ്റു വാങ്ങുവാൻ കാടാമ്പുഴ അപ്പു വാര്യർ എന്ന മഹാത്മാവിനെ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.